പ്രേക്ഷകർക്ക് ഗ്രാൻഡ് ഫിനാലെ നേരിട്ട് ഫ്രീ ആയി EVP ഫിലിം സിറ്റി ചെന്നൈയിൽ പോയി നേരിട്ട് കപ്പ് പൊക്കുന്നത് കാണാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് ഏഷ്യാനെറ്റും സ്കൈ ഐസ്ക്രീമും. കോണ്ടസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് പോയി കാണുക, ഫ്രീ ആയിട്ട് ₹1 പോലും ചെലവില്ല. ഭാഗ്യം കിട്ടിയാലോ കോണ്ടസ്റ്റിൽ എല്ലാവരും പങ്കെടുക്കുക. എങ്ങനെയാണ് പങ്കെടുക്കാനുള്ളതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ചെന്നൈയിലാണ് നടക്കുന്നത്. പലരും പൈസ കൊടുത്ത് അവിടെ പോയി ഇരുന്ന് കാണുന്ന ആൾക്കാരുണ്ട് പ്രേക്ഷകരായിട്ട്. പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് പോയിരുന്ന് കാണാം. ഒരു സംഭവത്തിൽ നമ്മൾ ഒരു നിസ്സാര സംഭവം നമ്മൾ ചെയ്താൽ മാത്രം മതി, നമുക്കവിടെ പോയിരുന്ന് കാണാം. നമ്മളെ ഞറക്കിട്ട് വീഴുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, നമ്മൾ സ്കൈ ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് TV-യുടെ മുമ്പിൽ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ എടുക്കുക. മനസ്സിലായില്ലേ? മെയിനായിട്ട് സ്കൈ ഐസ്ക്രീം കടയിൽ നിന്ന് വാങ്ങിക്കുക. സ്കൈ ഐസ്ക്രീം വാങ്ങിച്ച് നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്ന കഴിച്ചുകൊണ്ട് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന രാത്രിയത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്നത് എടുക്കുക, ഫോട്ടോ എടുക്കുക. ഈ ഫോട്ടോയിൽ വ്യക്തമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെതും ഐസ്ക്രീം നമ്മൾ കഴിക്കുന്നതും TV-യിൽ ബിഗ് ബോസ് പ്ലേ ചെയ്യുന്നതും ഇത് മൂന്നും ഒരൊറ്റ ഫോട്ടോയിൽ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോ സ്റ്റോറി ആയിട്ടോ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റ് ആയിട്ടോ ഫേസ്ബുക്കിലെ പോസ്റ്റ് ആയിട്ടോ നമുക്ക് പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ പോസ്റ്റിൽ സ്കൈ ഐസ്ക്രീമിൻ്റെ ഒഫീഷ്യൽ പേജ്, സ്കൈ ഐസ്ക്രീം എന്ന് പറയുന്ന പേജിനെ മെൻഷൻ ചെയ്യുക, അതായത് ടാഗ് ചെയ്യുക. ആ പേജിനെ ടാഗ് ചെയ്യുക. എന്നിട്ട് അതിന് നമ്മളിങ്ങനെ അടിക്കുറിപ്പ് എഴുതുമല്ലോ, ബിഗ് ബോസ് കാണുന്നതൊക്കെ പറഞ്ഞ് അടിക്കുറിപ്പ് എഴുതും പോലെ #ബിഗ് ബോസ് സ്കൈ ടൈം എന്ന് സ്പേസ് ഇല്ലാതെ മൊത്തം സ്മോൾ ലെറ്ററിൽ ബിഗ് ബോസ് സ്കൈ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്ത് അതിൻ്റെ #, കൊടുക്കുക. എന്നിട്ട് വേണം ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്കൈ ഐസ്ക്രീമിൻ്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലാണോ ഫേസ്ബുക്കിലാണോ എവിടെയാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് അവിടെ ആ പ്ലാറ്റ്ഫോമിലുള്ള ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ഈ സ്കൈ ഐസ്ക്രീമിൻ്റെ പേജ് ഫോളോ ചെയ്യുക. ഞാൻ പറയുന്നത് എൻ്റെ ഒരു സജഷനാണ്, ഏഷ്യാനെറ്റിൻ്റെ പേജും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. ഏഷ്യാനെറ്റിനെയും സ്കൈ ഐസ്ക്രീമിനെ രണ്ടിനെയും ഫോളോ ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങളിപ്പോൾ പോസ്റ്റ് ഇട്ടിട്ട് #ഒക്കെ കൊടുത്തിരിക്കുന്നത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനെ സ്കൈ ഐസ്ക്രീമിൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് അതിനെ സ്റ്റോറി ആയിട്ടോ എന്താ പറയുക, നിങ്ങളിട്ട സ്റ്റോറി ആയാലും പോസ്റ്റിനെ ആയാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് ആ സംഭവം സ്കൈ ഐസ്ക്രീമിൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് DM-ലേക്ക് അവരുടെ പേഴ്സണൽ മെസ്സേജിലേക്ക് ആ സാധനം അയച്ചു കൊടുക്കുക. നമ്മൾ ഇട്ടിട്ടുള്ള പോസ്റ്റ് അയച്ചു കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പണി തീർന്നു. നിസാര പണിയാണ്. 50 രൂപയ്ക്ക് ഒരു പാക്കറ്റ് ഐസ്ക്രീം വാങ്ങിച്ചാൽ തീർന്ന് പരിപാടി തീർന്നു. 50 രൂപയ്ക്ക് ഒരു ഐസ്ക്രീം വാങ്ങിക്കുക, ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കുക, ബിഗ് ബോസും കിട്ടണം, നമ്മളെ കിട്ടണം, നമ്മൾ കഴിച്ചുകൊണ്ട് സ്കൈ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡും കിട്ടണം. എന്നിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. 12-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. 12-ാം തീയതി. ഇന്നിപ്പോൾ 7 ആയി. എന്നിട്ട് ഓരോ ദിവസം ഇതുകൂടാതെ ഓരോ ദിവസം 3 വിന്നേഴ്സിനെ അവർ സെലക്ട് ചെയ്യും. 3 വിന്നേഴ്സിനെ അങ്ങോട്ട് പോകാനായിട്ട് ഓരോ ദിവസവും അവർ സെലക്ട് ചെയ്യും. എന്നിട്ട് അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് നിങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ഓരോ ഡെയിലി സെലക്ട് ചെയ്യുന്ന വിന്നേഴ്സിന് സ്കൈ ഐസ്ക്രീമിൻ്റെ ഹാമ്പേഴ്സ്, അവരുടെ കുറേ നമ്മുടെ മിൽമയൊക്കെ ഗിഫ്റ്റ് കൊടുക്കത്തില്ല, അതുപോലെ അവരുടെ ഹാമ്പേഴ്സ് കിട്ടും. എന്നിട്ട് ഡെയിലി വിന്നേഴ്സിൽ നിന്നും 3 ഫൈനൽ വിന്നേഴ്സിനെ ഓർക്കുക. ഡെയിലി വിന്നേഴ്സിൽ നിന്നും 3 ഫൈനൽ വിന്നേഴ്സിനെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഡെയിലി വിന്നേഴ്സിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യും. എന്നിട്ട് ബെസ്റ്റ് അടിപൊളിയായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സൂപ്പറായിട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 എണ്ണം അവർ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് അവരെ എന്ത് ചെയ്യുന്നത്, അവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവർക്ക് നേരിട്ട് ഫ്ലൈറ്റിലാണ്, ഓർക്കണം, ഫ്ലൈറ്റിലാണ് നിങ്ങൾക്ക് ടിക്കറ്റ് വരുന്നത്. ഫുൾ ഫ്രീ ആണ്. 3 വിന്നേഴ്സിന് ബിഗ് ബോസ് കാണാനുള്ള അവസരം കിട്ടും. അതായത് 3 ഫാമിലിക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ വിന്നറിനും അവരുടെ ഒരു ഫാമിലി മെമ്പറിനെ കൂടെ കൊണ്ടുപോയി കാണാം. അതായത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അച്ഛന് കിട്ടുവാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകാം, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യാനും അവിടെ പോകാനും പറ്റത്തുള്ളൂ. ഭയങ്കര വലിയൊരു അവസരമാണ്, മിസ്സാക്കരുത്. എനിക്കും പോയി കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറയുന്ന വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി ഗ്രാൻഡ് ഫിനാലെ നേരിട്ട് TV-യിൽ വരുന്നതിനേക്കാളും 5-6 മണിക്കൂർ മുമ്പ് നമുക്ക് നേരിട്ടിരുന്ന് കാണാം.
ആരാണ് കപ്പ് പോക്കുന്നത്, ആരാണ് ടോപ്പ് 5, 4, 3, 2, 1 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇരുന്ന് കാണാം. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞു തന്നല്ലേ, കാണാൻ പോകുന്നവർ ദയവ് വിചാരിച്ച് ആർക്കൊക്കെയാണ് അത് കിട്ടുന്നതെന്നുള്ളത്. കഴിഞ്ഞ തവണ ഉജാല കോൺടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നേ. കഴിഞ്ഞ തവണ ഈ ഉജാല കോൺടെസ്റ്റിന് പങ്കെടുക്കാൻ പോയവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഉജാല കോൺടെസ്റ്റ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അയച്ചു കൊടുത്ത ടിക്കറ്റൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പറയണം കേട്ടോ, നിങ്ങളാണ് പോകുന്നത്. ഒരു സന്തോഷം കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അതിൻ്റെ ഇൻസ്റ്റഗ്രാമിലോ കമൻറ്റിലോ എന്ന് പറഞ്ഞത്. അപ്പം അവസരം മിസ്സാക്കരുത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. 50 രൂപയ്ക്ക് ഐസ്ക്രീം വാങ്ങിക്കുക. ഇപ്പം ഞാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കും, വീട്ടുകാർക്കും ചെയ്ത് കൊടുക്കും. അവർക്ക് കിട്ടുമെങ്കിൽ അവർ പോയി കാണട്ടെ. 50 രൂപയ്ക്ക് ഐസ്ക്രീം വാങ്ങിക്കുക, ഫാമിലി ആയിട്ട് നിന്ന് ബിഗ് ബോസ് കാണുക, ഫോട്ടോ എടുക്കുക, ഹാഷ്ടാഗിൽ ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. ഒരു പരിപാടിയില്ല. ഞാർക്ക് വീഴുവാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര. അതെ, അപ്പോൾ സൂപ്പറായിട്ട് പോയി ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കുക. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, ലൈവ് വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.